വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായ ഒരു വലിയ മാറ്റം ഈ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം. ഈ പേഴ്സൺ ഇപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. യെസ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പേഷ്യൻസ് ആണ് ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്ഷമയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തി വളരെയധികം ക്ഷമ നിറഞ്ഞിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയോട് കൂടി, അതായത് ക്ഷമയോട് കൂടി എല്ലാ കാര്യങ്ങളും വീണ്ടെടുക്കാം, അല്ലെങ്കിൽ ക്ഷമയോട് കൂടി എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുത്തുചാട്ടം ഈ വ്യക്തി ചെയ്തിട്ടുണ്ടാകാം, ഒരുപാട് എടുത്തുചാടല് ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്ഷമയില്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകാം, ചിന്തിച്ചിട്ടുണ്ടാകാം. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി വളരെയധികം ക്ഷമാപൂർവം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. പണ്ടത്തേതുപോലെ ഒരുപാട് ധൃതി പിടിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയുക, ആ ഒരു ലെവലിലേക്ക് ഈ വ്യക്തി വരുന്നില്ല. വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള വ്യക്തിയാക്കി മാറ്റാനും, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ചിലപ്പോൾ ഒരുപക്ഷെ ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട്, ചേർത്ത് നിർത്താനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. ഒരുമിച്ച് നിൽക്കണം എന്ന് വിചാരിക്കുമ്പോൾ പല പ്രശ്നങ്ങളുമൊക്കെ വന്ന് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി പോകുന്ന സിറ്റുവേഷൻ ആണ് വന്നുകൊണ്ടിരുന്നത്. അത് കണ്ടിന്യൂഷൻ ആയിട്ട് വന്നപ്പോൾ പലപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഫിനാൻഷ്യൽ പരമായിട്ട്, അതായത് ഈ വ്യക്തിക്ക് പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സപ്പോസ് ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഭദ്രത, അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും വളരെ ധൈര്യത്തോടു കൂടിയും നിൽക്കാൻ പറ്റുന്നുവോ, അത് വളരെ ധൈര്യത്തോടു കൂടി നിൽക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി കരസ്ഥമാക്കി എടുക്കുകയാണ് ഈ വ്യക്തി ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുത്തു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാൻ പറ്റുമല്ലോ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങളെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും താഴ്മയോടു കൂടിയും നോക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെ വളരെ പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെക്കാം എന്നുള്ളൊരു ലെവലിലേക്ക് പോകാൻ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. ഇതാണ് നമുക്കിവിടെ
കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ ചേർത്ത് പിടിക്കണം ഈ വ്യക്തിക്ക്. നിങ്ങളെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഈ വ്യക്തിക്ക് ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് ഈ വ്യക്തിക്ക് ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ എന്തൊക്കെയാണോ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം കാത്തു സൂക്ഷിക്കണമെന്നുമുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ ഈ ഒരു സമയങ്ങളിൽ ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ വളരെയധികം പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷിംഗ് വെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാലം ഈ വ്യക്തി ഒരുപക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്ന് വിചാരിക്കുമ്പോൾ നെഗറ്റിവിറ്റീനെ കുറിച്ചും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു പോകുന്നതെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി അത്രയും അധികം പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യമൊക്കെ യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ചിന്തിച്ചുകൊണ്ട് മുന്നേറാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് സെറ്റിംഗ് യുവർ കോഴ്സസ് ആണ്. അതായത് ഈ പേഴ്സൺ ഒരുപാട് അകലെ ആയിരിക്കാം, നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെ ആയിരിക്കാം. അതുകൊണ്ട് ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ്, ഒരു പദ്ധതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് സാഹചര്യത്തിൽ വരണം, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഏത് സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ എപ്പോ ഏത് സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, എപ്പോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, എങ്ങനെയായിരിക്കണം കടന്നു വരേണ്ടത്, ഏത് സാഹചര്യത്തിലായിരിക്കണം, ആ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, ഏത് പൊസിഷനിലായിരിക്കണം, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 3 ഓഫ് സ്ക്രോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് പദ്ധതികളെയാണ് സൂചിപ്പിക്കുന്നത്, പ്ലാനിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ത്രൈവിംഗ് ആണ്. അതായത് ഈ പേഴ്സണ് കരിയർ പരമായിട്ടൊക്കെ എന്തൊക്കെയോ ഒരു വികസനം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന അല്ലെങ്കിൽ വളരെ അഭിവൃദ്ധി തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന രീതിയിൽ എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതായത് ഇത്രയും കാലം വളരെ നെഗറ്റിവിറ്റിയിലൂടെയും വളരെ കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും അതിനുശേഷം ഒരു ഉയർപ്പ്, ആത്മാവിന്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ ആത്മാവിന്റെ വികസനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്തരം ലെവലിലേക്ക്, അതായത് ഒരു ആത്മീയതയിലേക്ക്, വളരെ കാർമികമായിട്ട് വളരെ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിത രീതിയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഒരു ആത്മീയതയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ആത്മീയതയിലേക്ക്. ഇനി അതല്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വ്യക്തി ജീവിച്ചു വന്നിരുന്നതെങ്കിൽ, സാമ്പത്തികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വന്നിരുന്നതെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി ലഭിക്കുന്നു, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ വിജയം കിട്ടുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരുന്ന എന്ത് കാര്യമാണോ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാകുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള നെക്സ്റ്റ് നമുക്ക് ഓവറോൾ എനർജി നോക്കാം, നമുക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് ഓൾ എബൌട്ട്, അതായത് ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം സമയവും ഈ വ്യക്തി നിങ്ങളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പേഴ്സൺ ഇവിടെ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ തൻ്റെ കയ്യിലിരിക്കുന്ന അത്രയും വിലപിടിപ്പുള്ളതാണോ അല്ലെങ്കിൽ എന്താണോ എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ, അതിൽ പ്രാധാന്യമില്ല. പക്ഷെ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കാര്യം, അതൊരു ക്രിസ്റ്റലാണ്, അതിൻ്റെ ഒരു സൗന്ദര്യമാണ് ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ അത് എത്രമാത്രം മനോഹരമായിരുന്നു
എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രിസ്റ്റലിനെ ഉപമിക്കുന്നത് നിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അതെല്ലാം തന്നെ ഈ വ്യക്തി ഓർത്തെടുത്തോണ്ടിരിക്കുകയാണ്. അതിനോട് സോറി പറയാനും, അതായത് ക്ഷമ ചോദിക്കാനും ഈ വ്യക്തി തയ്യാറാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോഴാണ് നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, നിങ്ങളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റീസ്, നിങ്ങളുടെ നല്ല നല്ല സ്വഭാവങ്ങൾ, ഇതെല്ലാം ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഓൾ അറൗണ്ട് യെസ് ദ ഫേസസ് ആൻഡ് ഫ്രയ സൈക്കിൾ ആണ്. ഫേസസ് ഫ്രയ ദ ഫേസസ് ആൻഡ് സൈക്കിൾ ആണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെയും അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് നിലംപതിച്ച് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു പുതിയ സൈക്കിളോട് കൂടി പുതിയ ഒരു തുടക്കം തുടങ്ങുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു പുതിയ തുടക്കമാണ്, ഇതെവിടെയും അവസാനിക്കുന്നില്ല. ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് വിശ്വാസമില്ലായ്മ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചുരുളഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ റിലീസ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.